ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിബിലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ചിക്കൻ ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. പുറമേ നല്ല മുരിഞ്ഞും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഇട്ട് ഇത് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ ഒത്തിരി സമയം എടുക്കും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വിസിൽ പോലും അടിക്കില്ല. ഒന്ന് ആവി കയറുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നമുക്ക് കറി വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ചേർക്കാം. ആദ്യം ഈ വേവിക്കാൻ എടുക്കുന്നതിലേക്ക് ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ ഞാൻ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനൊരു 10-30 ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തികയില്ല. അപ്പോൾ ഞാൻ കറി വഴറ്റിയെടുക്കുമ്പം ഒരു ചെറിയൊരു സവോളയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ വേവിക്കാൻ എടുക്കുമ്പം ചെറിയുള്ളി ഒരു കൈപിടി നിറച്ച് അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്യുന്ന കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു വിസിൽ അടിക്കേണ്ട, അതിന് മുമ്പ് ഓഫ് ചെയ്തിട്ടിടുക. എന്നിട്ട് ഇതിൻ്റെ ആവി മുഴുവൻ പോയിട്ട് നമുക്ക് തുറന്നിട്ടെടുക്കാം. ഇപ്പോൾ ലിവറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് വേവിച്ചെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി. ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് ചെറിയുള്ളിയും സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു 10-30 എണ്ണം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. പിന്നീട് സവാള ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തത്. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മസാല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമ്മുടെ ലിവറൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് പൊടിച്ച പെരിഞ്ജീരകം. അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കും. കറിവേപ്പില ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിനൊപ്പം കഴിക്കാനായിട്ട് തന്നെ. നമ്മുടെ ലിവർ ഫ്രൈ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബാച്ചിലർ സ്പെഷ്യൽ ഈസി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.